ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കളിയടക്കയുടെ റെസിപ്പി നോക്കാം. ഇതിന് കളിയടക്ക എന്നും ചീടയെന്നും ഒക്കെ പല പേരുകളാണ്. ഇത് പല നാട്ടിലും പല പേരാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളിയടക്കയുടെ റെസിപ്പി നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാൻ ജീരക പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരച്ചെടുക്കരുത്, കുറച്ച് തരിതരിപ്പായിട്ടിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടണം. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം ഇതിലേക്ക് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു തടുത്തവി വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേണം നമ്മളിത് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ചെയ്യാം. ഇനി നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒരിക്കലും കൂടിപ്പോരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കുക എണ്ണയ്ക്കകത്തിടുന്ന സമയത്ത്. അതുപോലെ തന്നെ തേങ്ങയുടെ അളവും കൂടരുത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് അളവ് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കൈയിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഒട്ടും ക്രാക്സ് ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് ഉരുട്ടി കൊടുക്കണം. അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് ജലാംശം കൂടിപ്പോകരുത്. അതുപോലെ തന്നെ തേങ്ങയുടെ അളവും കൂട്ടരുത്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇത് പൊട്ടിത്തെറിക്കാനുള്ള കാരണം. അപ്പം ഞാനിതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് അടച്ച് തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും സൺഫ്ലവർ ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കരുത്. ഇനി വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇട്ട് കൊടുത്ത് ഉടൻ തന്നെ മിക്സ് ചെയ്തെടുക്കരുത്. ഇട്ട് കൊടുത്ത് ഉടൻ തന്നെ മിക്സ് എടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. ഇട്ട് കൊടുത്ത് ഈ കടുകടൊക്കെ ഒന്ന് ഹാർഡായി വരാൻ തുടങ്ങുമ്പോൾ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് ഇതുപോലൊന്ന് ആയി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റെങ്കിലും വേണം മിനിമം ഇത് ഒന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ സ്റ്റൗവിൽ ഏറ്റവും ചെറിയ ബർണറിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പുറം മാത്രം കുക്കാകും, ഉൾവശം കുക്കാകാതെയും വരും. അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് 3 ബർണറോ 4 ബർണറോ ഉള്ള സ്റ്റൗ ആണെങ്കിൽ അതിനകത്ത് ഏറ്റവും ചെറിയ ബർണറിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം കടുകടക്ക ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ഫ്ലെയിം കുറയ്ക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കടുകടക്കയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇവിടെ കടുകടക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെസിപ്പി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.